എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. നമ്മുടെ അച്ഛൻ്റെ പിറന്നാളിൻ്റെ വ്ളോഗാണ്. പിറന്നാൾ ഉണ്ടായിരുന്നത് 14-ാം തീയതി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. രാവിലെ ഒരു 6:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഞാൻ ധാവണിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ വിഷുവിൻ്റെ കോസ്റ്റ്യൂമാണ്. അപ്പോൾ നമ്മുടെ പിറന്നാളെ കൂട്ടി ഇതേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിൽ ഏട്ടനുണ്ട്. അതിൻ്റെ ബാക്കിൽ എൻ്റെ അച്ഛനെ കേട്ടോ. കാരണം നിങ്ങൾ അങ്ങനെ എൻ്റെ അച്ഛനെ അങ്ങനെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ അമ്പലത്തിലേക്ക് ഇല്ല കേട്ടോ, റോഡ് വരെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ അപ്പം ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പുതിയ ഡ്രസ്സൊക്കെയാണ് ഇട്ടുള്ളത്. ഇത് ഏട്ടൻ്റെ അമ്മ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ അവന്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും എന്തൊക്കെയോ പറഞ്ഞിട്ടിങ്ങനെ നടക്കുകയാണ്. ഏട്ടൻ്റെ അമ്മ ഉണ്ട് കേട്ടോ. ഏട്ടൻ്റെ അമ്മ തലേദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടമ്മമാരും കിച്ചൂട്ടിനും കൂടിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ പോകുന്നുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ഗുരുവായൂർക്ക് പോകുന്നത് ബസ്സിലാണ്. അപ്പോൾ ഗുരുവായൂർക്കുള്ള ബസ്സിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം ഞങ്ങൾ വണ്ടി വിളിച്ചിട്ടാണ് പോവാറ്. വണ്ടി വിളിച്ച് പോകുമ്പോൾ ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമുക്ക് ശരിക്കും തൊഴാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ നിൽക്കില്ല, അയ്യോ വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും. ഭയങ്കര ധൃതി പിടിച്ചിട്ടാവും നമ്മൾ വരുന്നുണ്ടാവുക. ഇതാകുമ്പോൾ നമുക്ക് കൂളായിട്ട് എന്താ വെച്ചാൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് തൊഴുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നു. അപ്പോൾ കിച്ചൂടിന് വണ്ടിയിൽ കയറിയത് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല കാറ്റ്, മഴ, അതൊക്കെ കാരണം അങ്ങനെ പുള്ളിക്കാരൻ കുറേ കഴിയുമ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഏട്ടനും കിച്ചൂടിനും ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്, രണ്ടമ്മമാരും അച്ചൂടിനും വേറെ സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഏട്ടനെ അങ്ങനെ തോണ്ടി വിളിച്ചൊന്ന് ഫോണിലേക്ക് നോക്കി പറഞ്ഞു. ആ നോട്ടം കണ്ടാൽ തന്നെ അറിയാം എന്തോരം വശിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഏട്ടൻ ഫോണിലേക്ക് നോക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളങ്ങനെ ഗുരുവായൂരെത്തി. അപ്പോൾ ഞങ്ങൾ മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചു കേട്ടോ. എനിക്കും അമ്മമാർക്കൊക്കെ മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർക്കിടക മാസം അവസാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ വ്യാഴാഴ്ചയില്ലേ, അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന പാടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. രാവിലെ ഒന്നും കഴിക്കാതെ പോകുന്നതല്ലേ, അപ്പോൾ മക്കൾക്കൊക്കെ വിശക്കുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നെയ്റോസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മമാർക്കൊക്കെ മസാല ദോശയാണ് തോന്നുന്നത്, എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ദോശ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പുറത്ത് പോയ മിക്കവാറും ഇങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണമെങ്കിൽ നെയ്റോസ്റ്റേ വാങ്ങാറുള്ളൂ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മ ഏട്ടനൊക്കെ മസാല ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരുടെയും പ്ലേറ്റ് കണ്ടപ്പോൾ കിച്ചൂടിനും വാശി, അവനും പ്ലേറ്റിൽ ദോശ വേണമെന്ന്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ ഉള്ളിൽ കയറി തൊഴാൻ പോവാണ് കേട്ടോ. ഇനി ഉള്ളിൽ കയറി തൊഴുതതിന് ശേഷമാണ് ഇനി ഞാൻ ബാക്കി വീഡിയോസ് എടുക്കുള്ളൂ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ക്യൂ ഒക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളിനി ബാഗും അതൊക്കെ ഒരു ഭാഗത്ത് നമ്മൾ കൊടുക്കാൻ ഏൽപ്പിച്ചതിന് ശേഷം നമ്മൾ ഉള്ളിൽ കയറിയിട്ട് തൊഴും, എന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു ഉള്ളിൽ. അങ്ങനെ നമുക്ക് കണ്ണിറയെ കണ്ട് തൊഴാനൊന്നും പറ്റില്ല. എവിടെയെങ്കിലും ഒരു ഭാഗം എന്തെങ്കിലും കണ്ടിട്ട് തൊഴുതു എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ ഇതാക്കിയിട്ട് പോരാനേ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ കാണുന്നത് ശരിക്കും കാണാനൊന്നും പറ്റില്ല കേട്ടോ, തിരക്ക് കാരണം. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അത് മതി, നമ്മൾ വന്നു എന്നുള്ളത് കണ്ണനറിയാം, അത് മതി. എൻ്റെ മനസ്സിലെപ്പോഴും കണ്ണനുള്ള കാര്യം പിന്നെ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അച്ഛന് വഴിപാടുണ്ടായിരുന്നു. വഴിപാട് തുലാഭാരമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നടത്തി തൊഴുതിറങ്ങിയപ്പോൾ ഇവിടെ ഡാൻസാണ് കേട്ടോ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പാട്ട് ഞാനതിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അത് കാരണം ഞാൻ ആഡ് ചെയ്യുന്നില്ല. പക്ഷെ നല്ല പാട്ടും നല്ല ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഡാൻസിൻ്റെ അവസാനമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് നേരം ഞങ്ങൾ കണ്ടു നിൽക്കുമായിരുന്നു കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ പ്രസാദമാണ് കേട്ടോ നമ്മളിന്ന് നമ്മുടെ അച്ഛൻ്റെ പിറന്നാൾ സദ്യയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അന്നദാനമൊക്കെ കഴിച്ചു. അതിന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നിന്നിട്ട് കഴിച്ചു. അപ്പോൾ അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കയറി അന്നദാനം കഴിക്കായിരുന്നപ്പോൾ അവൻ ചോദിക്കുന്നത്, ഇതേ ഉള്ളൂ പിറന്നാൾ സദ്യ, ഇനി വീട്ടിൽ പോയി വേറെ പിറന്നാൾ സദ്യ ഇല്ലേ എന്നവിടെ ചോദിക്കുന്നത്. അവനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെല്ലാ സദ്യയും വിളമ്പി പായസമൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള അവരുടെയൊക്കെ മനസ്സിൽ, കുട്ടികളുടെ മനസ്സിൽ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ്, കൂട്ടാൻ, പിന്നെ അച്ചാറുണ്ടാവും, പിന്നെ എന്തെങ്കിലും 2 കറികൾ ഉണ്ടാവും കേട്ടോ. പക്ഷെ അവർക്കത് അറിയുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയുള്ള പർച്ചേസിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ അച്ചൂടിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞത് പിറന്നാളിന് ഒരു സാധനം വാങ്ങിച്ചു തരാമെന്ന് കേട്ടോ. അപ്പോൾ അത് വേണം പറഞ്ഞിട്ട് അവന് ഭയങ്കര വാശി തരുന്നത്. അപ്പോൾ അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കിച്ചൂടിന് ഇപ്പുറത്ത് വിമാനമൊക്കെ ഓടിച്ചോണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അവന് ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം, വിമാനം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അപ്പുറത്താണെങ്കിൽ അവൻ്റെ അമ്മൂമ്മ അതൊക്കെ വാങ്ങിച്ചോണ്ടിട്ട് അമ്മൂമ്മയ്ക്ക് ഇഷ്ടമുള്ളത് നോക്കുന്നുണ്ട്. പക്ഷെ കുട്ടി വിടുന്നില്ല. കുട്ടിയുടെ ഇഷ്ടത്തിന് എടുക്കുന്നുണ്ട്, അമ്മൂമ്മയുടെ ഇഷ്ടത്തിന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടി എടുത്ത് തപ്പിയോണ്ടിരിക്കുകയാണ്. അവൻ ഈ വിമാനം അങ്ങനെയുള്ള ഇതൊക്കെ കേട്ടോ ഇഷ്ടമുണ്ടായിരുന്നത്. അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ മറന്നു, നമ്മുടെ ഒരു സബ്സ്ക്രൈബ് ചേട്ടൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സജിത് ബ്രോനെ കണ്ടിട്ടുണ്ട്. സജിത് ബ്രോ എപ്പോൾ നമ്മുടെ ലൈവിൽ വന്നാലും അല്ലെങ്കിൽ വീഡിയോസിലായാലും മൃദുല കുട്ടി എന്ന് വിളിച്ചിട്ടാണ് വരാറ്. അപ്പോൾ ഞാൻ ഗുരുവായൂർ എത്തിയതും
തൊഴുതിറങ്ങിയതിന് ശേഷം പുള്ളിക്കാരന് മെസ്സേജ് അയച്ചു ഞങ്ങളിങ്ങനെ ഗുരുവായൂരുണ്ട്, പുള്ളിക്കാരൻ ഗുരുവായൂരാണ്. അങ്ങനെ പുള്ളിക്കാരൻ വന്ന് നമ്മളെ കണ്ടു. ഭയങ്കര സന്തോഷം ആളെ കണ്ടതിൽ. നേരിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്, വീഡിയോസിൽ കണ്ടു എന്നല്ലാതെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. സന്തോഷം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചതേ വീണ്ടും ബസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഏട്ടൻ എന്തോ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ ഇതാക്കുകയാണ്. അപ്പോൾ ഏട്ടൻ എൻ്റെ ഫോൺ നോക്കിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. തിരിച്ച് നമ്മൾ ഓട്ടുപാറ വന്ന് ബസ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഓട്ടോറിക്ഷയിലാണ് കേട്ടോ. ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ അച്ചൂടിന് പിറന്നാളിന് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഏട്ടനും കൂടിയിട്ട് പോയിട്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ ബസ്സിൽ കയറുക പറഞ്ഞ് നടക്കണ കാര്യമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഗുരുവായൂരിന്ന് ബസ് കയറി ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. 2-2.5 മണിക്കൂറാണ് ഞങ്ങൾ ആ ബസ്സിലിരുന്നത്. ഞങ്ങൾ കുന്നംകുളം വടക്കാഞ്ചേരി പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ വേഗം ആ ബസ്സിൽ കയറി, കിട്ടിയ ബസ്സിൽ കയറി. പക്ഷേ അത് ഏതൊക്കെയോ റൂട്ട് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 മണിക്കൂർ ഞങ്ങളുടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി ഞങ്ങളിതേ നമ്മുടെ അച്ഛൻ്റെ പിറന്നാളിൻ്റെ കേക്ക് മുറിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ചെന്ന് ഒരു കേക്ക് സെലക്ട് ചെയ്തു. അത് മതിയെന്ന് പറഞ്ഞു. ബിഗ് കേക്ക് ഹൗസ് നിന്നാട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടുപാറ ബിഗ് കേക്ക് ഹൗസ് നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിക്കേണ്ട ചടങ്ങാണ്. അപ്പോൾ ഞങ്ങൾ മുറിക്കാൻ നോക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഒരാളിതേ 2 പാത്രം എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഏട്ടനും ഒന്ന് ഉണ്ണിക്കും. കേക്ക് മുറിച്ചിട്ടില്ല, അപ്പോഴേക്കും അവൻ പാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി കേക്ക് മുറിക്കേണ്ടത് കണ്ടിട്ട് വരാവേ. ഇതാണിട്ട് നമ്മുടെ കേക്ക്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഹാപ്പി ബർത്ത്ഡേ ആരവ് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. കേക്ക് മാത്രമല്ല, അപ്പുറത്ത് ഒരു പ്ലേറ്റിൽ കുറച്ച് ലഡുവും കുറച്ച് ജിലേബിയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ഛൻ്റെ പിറന്നാൾ കേക്ക് ഇട്ട്. അപ്പോൾ നമുക്ക് പിറന്നാൾ കേക്ക് മുറിക്കാം, വായോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അച്ചുട്ടൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. നീ കിച്ചുവിന് കൊടുക്കൂ. അച്ചോടെ കിച്ചുവിന് കൊടുക്ക്. കിച്ചോടെ പോയി നിൽക്ക്. ഏട്ട തരും ഉണ്ണിക്ക്. ഇനി കിച്ചിട്ട് ഏട്ടന് കൊടുക്കൂ. ഏട്ടന് കൊടുക്കൂ. ഏട്ടന് കൊടുക്കൂ. ഇനി എല്ലാരും കൊടുക്കൂ. അച്ഛമ്മ കേക്കൊക്കെ മുറിക്കൽ കഴിഞ്ഞപ്പോഴേക്കും ഇതേ നമ്മുടെ കിച്ചണ് വീണ്ടും അവൻ്റെ പാത്രത്തിലേക്ക് ഇടാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് പാത്രത്തിലേക്ക് വേഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പേർക്കും പാത്രം. കിച്ചണിന് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കഴിക്കുകയാണെങ്കിലും ഏട്ടന് പറഞ്ഞിട്ട് വേറൊരു പാത്രം കൂടി എടുത്തിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പേർക്കും പാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ അതിലേക്കൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ എന്തൊക്കെ ഈ ചോക്ലേറ്റിൻ്റെ ഇതൊക്കെ കോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്ക് മുറിക്കൽ കഴിഞ്ഞു. നമ്മൾ ആരെയും അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പുറമേ നമ്മൾ ആരെയും വിളിച്ചിട്ടില്ല. ഹലോ 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 കിച്ചുട്ട, അച്ചുട്ട, ഇതാണ് നമ്മുടെ അച്ചൂടി നമ്മൾ പിറന്നാളിന് വാങ്ങിച്ചെടുത്ത ഗിഫ്റ്റ് കേട്ടോ. ഇത് അവൻ ഏതോ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ കണ്ടതാണ്. പിന്നെ അത് വേണം പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ വെച്ചാൽ പിന്നെ സമയമില്ലല്ലോ. അപ്പോൾ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ വെച്ചാൽ പിന്നെ അവിടെ തിരഞ്ഞപ്പോൾ വേഗം കിട്ടിയിട്ട് നമ്മളൊരു കടയിൽ കയറി അവിടെ നോക്കിയപ്പോൾ ഇത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് വാങ്ങിച്ചെടുത്തത്. ഇത് അവന് ഭയങ്കരമായിട്ട് വേണം പറഞ്ഞിട്ട് വാശിയായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞതൊക്കെ ഇങ്ങോട്ട് പറയും. പിന്നെ അതിലെന്തൊക്കെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് വാങ്ങിച്ചത് കേട്ടോ. ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടനും അമ്മയൊക്കെ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ മഴ വരുമ്പോഴേക്കും പോകാന്ന് വെച്ചിട്ടായിരുന്നു നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്ന് കേക്കൊക്കെ മുറിച്ച് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടാണ് അവർ ഇറങ്ങുന്നത്. അപ്പോൾ കിച്ചൂടി നമ്മൾ ഗുരുവായൂരിന്നൊരു ആമേനെ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അവന് പ്ലെയിനൊക്കെ വിട്ട് പിന്നെ ആമയിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആമയാണ് അവൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ അമ്മയൊക്കെ ഇറങ്ങാൻ നിൽക്കാനുണ്ട്. അപ്പോൾ അച്ചൂടിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഫോൺ വിളിച്ചാൽ എടുക്കണം, സംസാരിക്കണം. അവൻ അങ്ങനെ കേട്ടോ. നേരിട്ട് കാണുന്ന വർത്താനം നല്ല, ഫോൺ വിളിക്കുമ്പോൾ ഒട്ടും സംസാരിക്കില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ
ഗുരുവായൂരിന്ന് വന്നിട്ട് അച്ഛൻ്റെ സ്കൂളിലേക്കൊക്കെ പോകണമെന്ന് ഭയങ്കരമായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ പ്ലാനൊക്കെ ഇട്ടു. വന്നിട്ട് അവൻ്റെ സ്കൂളിൽ പോയിട്ട് പിറന്നാളല്ലേ, അപ്പോൾ എന്തെങ്കിലും ചെടികൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം സ്കൂളിലേക്ക്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വല്ല പെൻസിലും കൊടുക്കാം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗുരുവായൂരിന്ന് നമ്മൾ ബസ് നമ്മളെ ചതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പോവുകയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ പിറന്നാൾ എന്തായാലും നമ്മൾ ഗുരുവായൂരിലാണ് കൂടുതൽ നേരം ചിലവഴിച്ചത്. ഗുരുവായൂരപ്പൻ്റെ പ്രസാദമൊക്കെ കഴിച്ച് ഗുരുവായൂരപ്പനെ തൊഴുത് വഴിപാടൊക്കെ നടത്തി അവിടെയാണ് നമ്മൾ കൂടുതൽ നേരം ചിലവഴിച്ചത്. എന്തായാലും ഭയങ്കര സന്തോഷം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എൻ്റെ മകൻ എപ്പോഴും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ദേ ഇവർ പോകാൻ നിൽക്കട്ടെ. അപ്പോൾ അച്ഛൻ പോകുമ്പോൾ അച്ഛന് ഉമ്മ കൊടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അച്ഛനെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സ്നേഹമാണ്. അച്ഛനെ കണ്ട പിന്നെ അച്ഛൻ്റെ ഒപ്പം പിന്നെ അമ്മ വേണ്ട, അമ്മ സൈഡിലേക്ക് മാറുന്നോളണം. അപ്പോൾ അങ്ങനെ പോവാണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഏട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെ നിന്നിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ഇട്ട് ബൈ.